എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് കണ്ടുമുട്ടിയിരിക്കുന്നത് മലയാളത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ചിത്രം നോക്കിയിട്ട് കഥ പറയാൻ പഠിച്ചു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ? പുതിയ കാര്യം പരിചയപ്പെടാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കഥയും പാട്ടും നമ്മൾ ഒരുമിച്ച് പരിചയപ്പെടാൻ പോവാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ആ കഥയും പാട്ടും എങ്ങനെയൊക്കെയാണെന്നൊക്കെ. എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ റെഡിയാണെന്ന്. റെഡിയല്ലേ? നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കഥ ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ച കഥയാണ്. ഈച്ചയും പൂച്ചയും എന്തു വെച്ച കഥയാ? ചോറോ പായസോ? അല്ല, എന്താ ആരൊക്കെയോ പറയുന്നുണ്ടല്ലോ, കേൾക്കുന്നില്ല? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ച കഥയാണല്ലേ. തുടങ്ങാം, കഥ തുടങ്ങല്ലേ നമുക്ക്? എല്ലാവരും തയ്യാറല്ലേ? ഒന്ന് ഉറക്കെ പറഞ്ഞേ തയ്യാറാണെന്ന്. ഉറക്കെ പറ. ഓക്കെ, അപ്പോ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പണ്ട് പണ്ട് ഒരു കാട്ടില് 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. എത്ര സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നേ? 2 സുഹൃത്തുക്കള്. ഏതൊക്കെയായിരുന്നു സുഹൃത്തുക്കള്? ഈച്ചയും പൂച്ചയും. ഈച്ചയും പൂച്ചയും ഒരു ദിവസം കഞ്ഞി വെക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ നമുക്ക് കവിത ഒന്ന് പാടി നോക്കാം. ഈ കഥയൊന്ന് കവിതയിലൂടെ നമുക്ക് നോക്കാം. നോക്കല്ലേ? റെഡി അല്ലേ എല്ലാവരും? ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. പാട്, എൻ്റെ ഒപ്പം പാട്. ഒരു തവണ കൂടെ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. പാട്, ഒപ്പം പാടാം, ഒരുമിച്ച് പാടാം നമുക്ക്. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. കഞ്ഞി വെച്ചപ്പോ എന്താ? കഞ്ഞി തിളച്ചു മറിയും അല്ലേ? ബാക്കി പാടാം. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. കഞ്ഞി രണ്ടുപേരും കഞ്ഞി വെച്ചു. കഞ്ഞി വെച്ച് എന്താ ചെയ്യാ? തീ കത്തിക്കുമ്പോ കഞ്ഞി തിളയ്ക്കൂലേ? കഞ്ഞി തിളച്ചു കഴിഞ്ഞാൽ എന്താ? നല്ല സ്മെല്ലുണ്ടാവൂലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടെ പാടി നോക്കാം. പാടല്ലേ? എല്ലാവരും എന്റെ കൂടെ പാടില്ലേ? പാടൂലേ? ഓക്കെ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. പാടേ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. കഞ്ഞി തിളച്ചു മണം പരന്നു. ഒന്നുകൂടെ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. കഞ്ഞി തിളച്ചു മണം പരന്നു. ഒരു തവണ കൂടെ പാടി നോക്കാം. റെഡിയല്ലേ? ഒന്നുകൂടെ പാടാം. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. കഞ്ഞി തിളച്ചു മണം പരന്നു. എല്ലാവരും നല്ല കുട്ടികളാട്ടോ, എന്റെ കൂടെ പാടിയിട്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി പാടി നോക്കാം. ആദ്യം മുതൽ ഒന്നുകൂടി പാടി നോക്കാം. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. പാട്. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. എല്ലാരും തലയെ കാട്ടിട്ട് പാടിക്കേ. ഈച്ചയും പൂച്ചയും. ഉറക്കെ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. കഞ്ഞി തിളച്ചു മണം പരന്നു. പൂച്ചയോ പ്ലാവില തേടിപ്പോയി. ഈച്ച കലത്തിന് വട്ടമിട്ടു. ബാക്കി നോക്കാം. ഇനി ബാക്കി നോക്കാം. കഥ എന്താ? ബാക്കി നോക്കാം. അപ്പൊ പൂച്ച എന്ത് ചെയ്തു? കഞ്ഞി കുടിക്കാന് പ്ലാവില തേടിയിട്ട് പോയി അല്ലേ? ഈച്ച കലത്തിന് വട്ടമിട്ട് കറങ്ങാണ്. കലത്തിന്റെ ചുറ്റും കറങ്ങാണ് ഈച്ച. കറക്കാണ് അല്ലേ? കഞ്ഞിയാണെങ്കിൽ തിളച്ചിട്ട് മണം വരുന്നുണ്ട്. ഈച്ചക്ക് ആർത്തിയായി. കഞ്ഞി കുടിക്കാൻ ആർത്തിയായി. കഞ്ഞി കുടിക്കാൻ എത്രയും പെട്ടെന്ന് കഞ്ഞി കുടിക്കണം എന്ന് ഓർത്തിട്ട് ഈച്ചക്ക് ആർത്തിയായി. അപ്പൊ എന്താ? കഞ്ഞി കുടിക്കുവാൻ ആർത്തിയോടെ. ഒന്നൂടെ. കഞ്ഞി കുടിക്കുവാൻ ആർത്തിയോടെ ഈച്ച കലത്തിലേക്ക് എത്തി നോക്കി. കഞ്ഞി കുടിക്കാൻ ആർത്തിയായിട്ട് ഈച്ച കലത്തിക്ക് നോക്കുകയാണ്. കലത്തിന്റെ ഉള്ളിലേക്ക് ഈച്ച നോക്കുകയാണ്. ഒന്നുകൂടെ പാടി നോക്കാം. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. കഞ്ഞി തിളച്ചു മണം പരന്നു. പൂച്ചയോ പ്ലാവില തേടിപ്പോയി. ഈച്ച കലത്തിന് വട്ടമിട്ടു. കഞ്ഞി കുടിക്കുവാൻ ആർത്തിയോടെ ഈച്ച കലത്തിലേക്ക് എത്തി നോക്കി. മനസ്സിലായില്ലേ? ഇനി ഈ എത്തി നോക്കുന്ന സമയത്തുണ്ടല്ലോ, അടുത്ത ആരില്ല? ആരാ പ്ലാവില തേടിപ്പോയത്? പൂച്ച അല്ലേ? പൂച്ച പ്ലാവില തിരഞ്ഞിട്ട് പോയി ഈച്ചേന്റെ അടുത്തുനിന്ന് അല്ലേ? അപ്പോ
നമ്മുടെ ഈച്ച കലത്തിലേക്ക് നോക്കി, കഞ്ഞി കുടിക്കാനുള്ള ആർത്തി കൊണ്ട് ഈച്ച കലത്തിന്റെ ഉള്ളിലേക്ക് നോക്കി. അപ്പൊ ആ സമയത്ത് കാല് എഴുതിയിട്ട് അറിയാതെ നമ്മുടെ ഈച്ച ആ കലത്തിന്റെ ഉള്ളിൽ പെട്ടുപോകാണ്. പാവം ഈച്ച അല്ലേ. അപ്പൊ നമുക്ക് കവിത ബാക്കി പാടി നോക്കല്ലേ. ഈച്ച കലത്തിലേക്ക് എത്തി നോക്കി, ഈച്ച മറിഞ്ഞു കലത്തിൽ വീണു. പാവല്ലേ ഈച്ച കഞ്ഞി കുടിക്കാനുള്ള ആർത്തി കൊണ്ട് കലത്തിലേക്ക് നോക്കിയതാ. പക്ഷെ അറിയാതെ കാല് എഴുതിയിട്ട് കലത്തിനുള്ളിലേക്ക് വീണു പോവാണ്. അപ്പൊ ഒന്നുകൂടെ പാടി നോക്കാം. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു, കഞ്ഞി തിളച്ചു മണം പരന്നു. പൂച്ചയോ പ്ലാവില തേടിപ്പോയി, ഈച്ച കലത്തിനു വട്ടമിട്ടു. പിന്നെന്തായിരുന്നു? കഞ്ഞി കുടിക്കുവാൻ ആർത്തിയോടെ ഈച്ച കലത്തിലേക്ക് എത്തി നോക്കി, ഈച്ച മറിഞ്ഞു കലത്തിൽ വീണു. ഈച്ച മറിഞ്ഞിട്ട് കലത്തിൽ വീണു അല്ലേ. നല്ല തിളച്ച കഞ്ഞിയായിരുന്നില്ലേ, തീ കത്തുന്നുണ്ട് അല്ലേ. ആ കലത്തിൽ കിടന്നിട്ട് നമ്മുടെ ഈച്ച ചത്തുപോയി അല്ലേ. ഈച്ച ചത്തു കഴിഞ്ഞിട്ട് പ്ലാവിലൊക്കെ പറിച്ചു കഴിഞ്ഞ്, പ്ലാവിലൊക്കെ കഞ്ഞി രണ്ടുപേർക്ക് ഒരുമിച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂച്ച പ്ലാവിനെയൊക്കെ തേടി കണ്ടുപിടിച്ച് ആ പ്ലാവിലെയും കൊണ്ട് വരുമ്പോ തന്റെ കൂട്ടുകാരനെ കാണാനില്ല. പൂച്ച കലത്തിലേക്ക് എത്തി നോക്കിയപ്പോ തന്റെ സുഹൃത്ത് കഞ്ഞില് ചത്ത് കിടക്കുന്നത് നമ്മുടെ പൂച്ച കണ്ടത്. ഈച്ച കഞ്ഞില് ചത്ത് കിടക്കുന്നു അല്ലേ. അപ്പൊ എന്താ, പൂച്ച കരഞ്ഞു കുഴഞ്ഞു വീണു അല്ലേ. കഞ്ഞില് ചത്ത് കിടക്കുന്ന തന്റെ സുഹൃത്തായ ഈച്ചയെ കണ്ടപ്പോ പൂച്ച കരഞ്ഞു അല്ലേ, സങ്കടം കൊണ്ട്. അപ്പൊ എങ്ങനെ കവിത വരിക? പൂച്ച കരഞ്ഞു കുഴഞ്ഞു വീണു. അതാണ് കഥ. അപ്പൊ നമുക്ക് കവിത ഒന്നുകൂടി പാടി നോക്കാം, ആദ്യം മുതലേ പാടല്ലേ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു, കഞ്ഞി തിളച്ചു മണം പരന്നു. പൂച്ചയോ പ്ലാവില തേടിപ്പോയി, ഈച്ച കലത്തിനു വട്ടമിട്ടു. കഞ്ഞി കുടിക്കുവാൻ ആർത്തിയോടെ ഈച്ച കലത്തിലേക്ക് എത്തി നോക്കി, ഈച്ച മറിഞ്ഞു കലത്തിൽ വീണു. പൂച്ച കരഞ്ഞു കുഴഞ്ഞു വീണു. ഒന്നുകൂടെ പാടി നോക്കാം. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. പാട്. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. ഒന്നുകൂടെ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു, കഞ്ഞി തിളച്ചു മണം പരന്നു. ഒന്നുകൂടെ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു, കഞ്ഞി തിളച്ചു മണം പരന്നു അല്ലേ. ഒന്നുകൂടെ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു, കഞ്ഞി തിളച്ചു മണം പരന്നു. പൂച്ചയോ പ്ലാവില തേടിപ്പോയി, ഈച്ച കലത്തിനു വട്ടമിട്ടു. ഒന്നുകൂടെ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു, കഞ്ഞി തിളച്ചു മണം പരന്നു. പൂച്ചയോ പ്ലാവില തേടിപ്പോയി, ഈച്ച കലത്തിനു വട്ടമിട്ടു. കഞ്ഞി കുടിക്കുവാൻ ആർത്തിയോടെ ഈച്ച കലത്തിലേക്ക് എത്തി നോക്കി. ഒന്നുകൂടെ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു, കഞ്ഞി തിളച്ചു മണം പരന്നു. പാട്, ഒരുമിച്ച് പാട്. നമുക്ക് ഒരുമിച്ച് പാടാം. ഒന്നുകൂടെ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു, കഞ്ഞി തിളച്ചു മണം പരന്നു. പൂച്ചയോ പ്ലാവില തേടിപ്പോയി, ഈച്ച കലത്തിനു വട്ടമിട്ടു. ബാക്കി പാട്. കഞ്ഞി കുടിക്കുവാൻ ആർത്തിയോടെ ഈച്ച കലത്തിലേക്ക് എത്തി നോക്കി. ഒന്നുകൂടെ. കഞ്ഞി കുടിക്കുവാൻ ആർത്തിയോടെ പാട്. കഞ്ഞി കുടിക്കുവാൻ ആർത്തിയോടെ ഈച്ച കലത്തിലേക്ക് എത്തി നോക്കി, ഈച്ച മറിഞ്ഞു കലത്തിൽ വീണു. ഈച്ച മറിഞ്ഞു കലത്തിൽ വീണു അല്ലേ. ഒന്നുകൂടെ. ഈച്ച മറിഞ്ഞു കലത്തിൽ വീണു. പൂച്ച കരഞ്ഞു കുഴഞ്ഞു വീണു. ഒന്നുകൂടെ. ഈച്ച മറിഞ്ഞു കലത്തിൽ വീണു, പൂച്ച കരഞ്ഞു കുഴഞ്ഞു വീണു. ഒന്നുകൂടെ പാടാം, ആദ്യം മുതലേ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു,
കഞ്ഞി തിളച്ചു മണം പരന്നു. പൂച്ചയോ പ്ലാവില തേടിപ്പോയി, ഈച്ച കലത്തിനു വട്ടമിട്ടു. കഞ്ഞി കുടിക്കുവാൻ ആർത്തിയോടെ ഈച്ച കലത്തിലേക്ക് എത്തി നോക്കി. ഈച്ച മറിഞ്ഞു കലത്തിൽ വീണു. പൂച്ചയോ പ്ലാവില തേടിപ്പോയി. ഒന്നുകൂടെ പാടാം, ഒന്നുകൂടി പാടല്ലേ? എന്നിട്ട് കവിത നമുക്ക് മനപ്പാടാക്കണം. പാടാം, ഒന്നുകൂടെ പാടാം. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. ഒന്നുകൂടെ ഉറക്കെ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. ഉറക്കെ പാടേ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. കഞ്ഞി തിളച്ചു മണം പരന്നു. ഒന്നുകൂടെ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. കഞ്ഞി തിളച്ചു മണം പരന്നു. പൂച്ചയോ പ്ലാവില തേടിപ്പോയി. അല്ലേ? പൂച്ചയോ പ്ലാവില തേടിപ്പോയി. ഈച്ച കലത്തിനു വട്ടമിട്ടു. ഒന്നുകൂടെ. പൂച്ചയോ പ്ലാവില തേടിപ്പോയി. ഈച്ച കലത്തിനു വട്ടമിട്ടു. കഞ്ഞി കുടിക്കുവാൻ ആർത്തിയോടെ. ഒന്നുകൂടെ. കഞ്ഞി കുടിക്കുവാൻ ആർത്തിയോടെ. ഉറക്കപ്പാട്. കഞ്ഞി കുടിക്കുവാൻ ആർത്തിയോടെ ഈച്ച കലത്തിലേക്ക് എത്തി നോക്കി. ഈച്ച കലത്തിലേക്ക് എത്തി നോക്കി. കഞ്ഞി കുടിക്കുവാൻ ആർത്തിയോടെ ഈച്ച കലത്തിലേക്ക് എത്തി നോക്കി. ഈച്ച മറിഞ്ഞു കലത്തിൽ വീണു. പൂച്ച കരഞ്ഞു കുഴഞ്ഞു വീണു. പൂച്ചയോ പ്ലാവില തേടിപ്പോയി. ഈച്ച കലത്തിനു വട്ടമിട്ടു. ഒന്നുകൂടെ. പൂച്ചയോ പ്ലാവില തേടിപ്പോയി. ഈച്ച കലത്തിനു വട്ടമിട്ടു. കഞ്ഞി കുടിക്കുവാൻ ആർത്തിയോടെ. ഒന്നുകൂടെ. കഞ്ഞി കുടിക്കുവാൻ ആർത്തിയോടെ. ഉറക്കപ്പാട്. കഞ്ഞി കുടിക്കുവാൻ ആർത്തിയോടെ ഈച്ച കലത്തിലേക്ക് എത്തി നോക്കി. ഈച്ച കലത്തിലേക്ക് എത്തി നോക്കി. കഞ്ഞി കുടിക്കുവാൻ ആർത്തിയോടെ ഈച്ച കലത്തിലേക്ക് എത്തി നോക്കി. ഈച്ച മറിഞ്ഞു കലത്തിൽ വീണു. പൂച്ച കരഞ്ഞു കുഴഞ്ഞു വീണു. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിച്ച കഥയും കവിതയും എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായല്ലേ? ഇന്നത്തെ കഥയിൽ നിന്ന് എന്താ എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായത്? ഒന്ന് പറഞ്ഞു നോക്കിക്കേ നിങ്ങള്. അതെ, ആർത്തിയോടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലെന്താ, അത് അപകടമായി തീരുമല്ലേ? അതുകൊണ്ടല്ലേ ഈച്ചയ്ക്ക് മരണം സംഭവിച്ചത്? പൂച്ചയ്ക്ക് പിന്നെന്തായി? സങ്കടമായല്ലേ? അതുകൊണ്ട് നിങ്ങള് ആർത്തിയോടെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാല് ഈച്ചയുടെ അവസ്ഥ ആയിരിക്കുമല്ലേ, നമുക്ക് അപകടം പറ്റും. അതുകൊണ്ട് നിങ്ങള് ആർത്തിയോടെ ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പുതിയ പുതിയ കവിതകളും കഥകളും ഒക്കെ ആയിട്ട്